ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. ലൈവിലൊരു രക്ഷയില്ല കേട്ടോ. അടി തന്നെയാണ്. അടിയൊക്കെ ഉണ്ടാക്കുന്നതെല്ലാം ഒരു ബുദ്ധി കേന്ദ്രത്തിൽ നിന്നാണ്. നമ്മുടെ രതീഷാണ് എല്ലാത്തിനും തുടക്കമിടുന്നത്. നമ്മുടെ റസ്മിൻ ഭായി അതുപോലെ തന്നെ നമ്മുടെ നിഷാന ഉണ്ടല്ലോ, ഇവർ കോമണേഴ്സ് ആയിട്ട് വന്നതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനടുത്ത് പോയിട്ട് ഈ നമ്മുടെ നിഷാന ഹിന്ദി സംസാരിച്ചപ്പോൾ നമ്മുടെ രതീഷ് ചോദിച്ചു, ഹിന്ദിയൊക്കെ അറിയോ? അപ്പോൾ നിഷാന പറഞ്ഞാൽ അറിയാം, ഇത് മലയാളം ബിഗ് ബോസ് ആണ്, ഇവിടെ ഹിന്ദിയൊന്നും സംസാരിക്കാൻ പറ്റൂല. അല്ല, ഇടയ്ക്കൊന്ന് മാറ്റി പിടിക്കാമല്ലോ, ഹിന്ദിയൊക്കെ ഒന്ന് സംസാരിച്ചൊന്ന് മാറ്റി പിടിക്കാമല്ലോ എന്ന് നിഷാന പറഞ്ഞു. അപ്പോൾ നമ്മുടെ രതീഷ് പറഞ്ഞു, എന്നാൽ പിന്നെ നിനക്ക് ഹിന്ദി ബിഗ് ബോസിൽ പൊക്കൂടെ? അപ്പോൾ നിഷാന പറഞ്ഞു, എന്നെ ഹിന്ദി ബിഗ് ബോസിലേക്ക് വിളിച്ചില്ലല്ലോ, എന്നെ ഇവിടോട്ടല്ലേ വിളിച്ചത്. അപ്പോൾ രതീഷ് ചോദിച്ചു, നിന്നെ ഇങ്ങോട്ട് വിളിച്ചതാണോ? അതെ, എന്നെ ഏഷ്യാനെറ്റ് വിളിച്ചിട്ടാണ് ഞാനിവിടെ വന്നത് എന്ന് നിഷാന പറഞ്ഞു. ആ ഒരൊറ്റ പോയിന്റ് മതിയായിരുന്നു രതീഷിന് കയറി പിടിക്കാൻ. കാരണം പുള്ളി കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ നിൽക്കുകയാണ്. പുള്ളിയുടെ മുന്നിൽ പോയിട്ട് എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി അതിനെ പിടിച്ച് വളച്ചൊടിച്ച് മടക്കി കൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൂപ്പരെന്താക്കി, പുറത്ത് നടന്ന കോമണേഴ്സ് വിവാദത്തിനെടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. നീ ആ പറഞ്ഞത് ശരിയല്ല, അത് പ്രേക്ഷകരെ വഞ്ചിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്, ഏഷ്യാനെറ്റിന് അത് വലിയ പ്രശ്നം ഉണ്ടാക്കും, നീ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അത് വലിയ തെറ്റായിപ്പോയി. നീ എന്താണ് ഏഷ്യാനെറ്റ് വിളിച്ചിട്ടാണോ ഇവിടെ വന്നത്? നീ കോമണേഴ്സിന്റെ ഇടയിൽ നിന്ന് നിന്നെ തെരഞ്ഞെടുത്തതല്ലേ? നീ നേരത്തെ ഇവിടെ വരുമ്പോൾ സെലിബ്രിറ്റി അല്ലല്ലോ, നീ സാധാരണക്കാരിയല്ലേ, ഇപ്പം നിനക്ക് വേണമെങ്കിൽ നീ സെലിബ്രിറ്റി ആണെന്ന് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അതിനെ അങ്ങോട്ട് വളച്ചൊടിച്ച് മടക്കി ട്വിസ്റ്റ് ചെയ്ത് ശരിക്കും നിഷാന പെട്ടുപോയി. ആക്ച്വലി ഒരു പക്ഷേ നിഷാന ഉദ്ദേശിച്ചത് ഇപ്പോൾ കോമണേഴ്സിൻ്റെ ഇടയിൽ നിന്നായാലും സെലക്ട് ചെയ്തിട്ട് ഏഷ്യാനെറ്റ് വിളിച്ചാലല്ലേ ഷോയിൽ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിയാണ്, ഞാൻ ഏഷ്യാനെറ്റ് വിളിച്ചിട്ടാണ് വന്നത് എന്ന് പറയാം. പക്ഷെ ആ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനകത്തൊരു വൈരുദ്ധ്യമുണ്ട്. ഏഷ്യാനെറ്റ് വിളിച്ചിട്ട് വന്നു എന്ന് പറയുമ്പോൾ, അതായത് സാധാരണ സെലിബ്രിറ്റികളെ ഏഷ്യാനെറ്റിൻ്റെ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ടീം അങ്ങോട്ട് അപ്രോച്ച് ചെയ്യും, നിങ്ങൾക്ക് ബിഗ് ബോസ് വരാൻ താല്പര്യമുണ്ടോ എങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമെന്ന് പറയും. അവർ താല്പര്യമുള്ളവർ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യും, വരും. അങ്ങനെയും വരാം. ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് കോൾ ചെയ്തിട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടി ബിഗ് ബോസിലേക്ക് വരാം. അപ്പോൾ അങ്ങനെ വന്നു എന്നൊരു ധ്വനി കൂടി അതിനകത്തുണ്ട്. അപ്പം ഞാൻ സാധാരണക്കാർക്കിടയിൽ നിന്ന് വന്നു എന്ന് നാഴികക്ക് 40 വട്ടം പറയേണ്ടത് നിഷാനയും റസ്മിൻ ഭായും തന്നെയാണ്. കാരണം അവരാണ് കോമണേഴ്സിൻ്റെ ഇടയിൽ നിന്ന് വന്നിരിക്കുന്നത്. പക്ഷെ അവരിത് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മുടെ രതീഷ് എന്ത് ചെയ്തു, വളരെ ബുദ്ധിപരമായിട്ട് വളച്ചൊടിച്ച് അവർക്ക് വെച്ചു കൊടുത്തു. അങ്ങനെ രണ്ടുപേരും പെട്ടു എന്ന് തന്നെ പറയാം. പിന്നെ അതിനെ ഇപ്പോൾ പലയിടത്തും പോയിരുന്ന് സംസാരിച്ച് അവരത് അങ്ങനെ അല്ല ഇങ്ങനെയാണെന്ന് കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈവിനകത്ത്. രതീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, പുള്ളി എവിടെ നിന്നൊക്കെ പിച്ച് ചെയ്തെടുക്കാൻ പറ്റുമോ അതൊക്കെ മാക്സിമം പുള്ളി എടുത്തിട്ട് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുകയാണെങ്കിലും ആ രീതിയിൽ പുള്ളി നന്നായിട്ട് നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ പ്രേക്ഷകരുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ്